എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളം പാഠപുസ്തകത്തിലെ പറക്കും വീട് എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ചിത്രവായന നടത്തിയാലോ? ഇത് മൈലാഞ്ചി മലയിലെ വീടിൻ്റെ മുറ്റമാണ്. തൊടിയിൽ വാഴയും തെങ്ങും പ്ലാവും, പ്ലാവിൽ കാച്ചു കിടക്കുന്ന ചക്കകൾ, വീടിന് കാവലായി മരങ്ങളുമുണ്ട്. മുറ്റത്ത് ഏതാനും പൂച്ചെടികൾ, ഇറയത്ത് ഒരു അമ്മുമ്മയും കുട്ടിയും. അമ്മുമ്മയുടെ കയ്യിൽ ഒരു പൂക്കൂട. കുട്ടിയാകട്ടെ ഇറയത്തിരുന്ന് സ്ലേറ്റിൽ എന്തോ വരയ്ക്കുകയാണ്. വീൽചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി റാക്കറ്റ് ഉപയോഗിച്ച് ഷട്ടിൽ കളിക്കുകയാണ്. കളിക്കൂട്ടിന് ഒരു ആൺകുട്ടി, അവളുടെ സഹോദരനാണ്. എന്തായാലും അവൾ സന്തോഷവതിയാണ്. ശാന്തനായി ഈ കാഴ്ചകൾ ആസ്വദിക്കുന്ന ഒരു നായ. അമ്മുമ്മയുടെ അടുത്തായി കിളികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അമ്മ. പുഞ്ചിരിയോടെ കുട്ടികൾ കളിക്കുന്നത് നോക്കുന്നു. അച്ഛനാണ് ചെടികൾ നനയ്ക്കുന്നത്. അച്ഛൻ്റെ ചെടി നനയ്ക്കലും കുട്ടികളുടെ കളിയുമെല്ലാം കൗതുകത്തോടെ നോക്കി മരക്കൊമ്പിൽ ഒരു പൂച്ച. സ്നേഹവും കരുതലും സഹകരണവും സന്തോഷവും നിറഞ്ഞ ഒരു ഗ്രാമീണ കുടുംബത്തിൻ്റെ മനോഹരമായ ചിത്രമാണിത്. പാഠഭാഗത്ത് ആദ്യം വരുന്നത് ഒരു കവിതയാണ്. മലഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലർക്കാല മഞ്ഞും പുതച്ചു നിൽപ്പു, മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ട്, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ട്, അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ട്, പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവെട്ടി മെടയുന്ന മുത്തശ്ശിയും. അടുത്ത് നോക്കൂ. ഞാനാണ് കുഞ്ഞു വീട്. മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്. എബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ്. ഇനി വയ്യ. വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. മക്കൾ സ്കൂളിൽ പോകുന്നു. ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു. സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു. വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വച്ചിട്ട് പോകാം. വീട് മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെ പോകും? നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ. പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ. ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവുമില്ലല്ലോ. എങ്ങനെ പോകും? ആര് സഹായിക്കും? കാറ്റ്, ഞാൻ സഹായിക്കാം. കുഞ്ഞു വീടിനെ തൊട്ട് തലോടിക്കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! വീട് പാടുകയാണ്. തിന്തക തിന്തകത്താരോ, തക തെയ്തക തെയ്തകത്താരോ, കാറ്റിൻ്റെ കൈകളിൽ തൂങ്ങി നിലവാനിൽ പറക്കുന്നു വീട്, പച്ചയിൽ പാൽനിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി, ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. തിന്തക തിന്തകത്താരോ, തക തെയ്തക തെയ്തകത്താരോ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ? ഏതെല്ലാം തരത്തിലുള്ള വീടുകളുണ്ട്? ഒന്നവിടെ തന്നിട്ടുണ്ട്, ഓലമേഞ്ഞ വീട്. പിന്നെ ഏതെല്ലാം വീടുകളുണ്ട്? കോൺക്രീറ്റ് വീട്, ഷീറ്റ് മേഞ്ഞ വീട്, ഓടുമേഞ്ഞ വീട്, 2 നില വീട്, ഒറ്റ നില വീട്, മണ്ണുകൊണ്ടുള്ള വീട്, ബംഗ്ലാവുകൾ, ഫ്ലാറ്റുകൾ. കാറ്റിൻ്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒത്തിരി ഒത്തിരി കാഴ്ചകൾ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ, കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും. കുഞ്ഞു വീട് എന്താ പറയുന്നത്? ഹോ, ഇത്രയും വലിയ വീടോ? അപ്പോൾ വലിയ വീട് അല്ലേ? ഫ്ലാറ്റ് എന്താ പറയുന്നത്? ഞാനൊരു വലിയ കെട്ടിടമാണ്, എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ എന്താ? ഇതൊരു പട്ടണമാണല്ലേ? പല നിലകളിലുള്ള കെട്ടിടങ്ങളുള്ളതും പിന്നെ റോഡുകളെല്ലാം എന്താ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? പിന്നെ എപ്പോഴും തിരക്കായിരിക്കും പട്ടണത്തിൽ. പ്രവർത്തനം നോക്കൂ. കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. നമ്മൾ വായിച്ച കഥയിൽ നിന്ന് കഥാഭാഗം വായിച്ച് കണ്ടെത്തി എഴുതാനുള്ള പ്രവർത്തനമാണ്. ആദ്യത്തിൽ എന്ത് വരണം? വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ്. രണ്ടാമത്തേൽ എന്ത് എഴുതണം? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. മൂന്നാമത്തേൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ടാറിട്ട റോഡുകൾ. ഹോ, എന്തൊരു ചൂട്! ഒരു മരം പോലുമില്ല. അതാ അവിടെ ഒരു വീട് പണിയുന്നു.
അടുത്ത പഠന പ്രവർത്തനം നോക്കൂ. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ചു കണ്ടെത്താം. ആശാരിപ്പണി, പ്ലംബിംഗ് പണി, തറപ്പണി, ആർക്കിടെക്ട്, നിർമ്മാണത്തൊഴിൽ, കൽപ്പണി, ഇൻറ്റീരിയർ ഡിസൈനിങ്, മേസ്തിരിപ്പണി, വയറിംഗ് പണി, വാർപ്പ് പണി, ചുമട്ടുതൊഴിൽ. ചൊല്ലി രസിക്കാം. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെ എങ്ങനെ എങ്ങനെയാ, വിത്ത് മുളച്ചോ കൊമ്പു തളിർത്തോ വേരിൽ നിന്നും പൊട്ടി മുളച്ചോ. വീടുണ്ടാവുവതെങ്ങനെയാ, എങ്ങനെ എങ്ങനെ എങ്ങനെയാ, തറ പടുക്കണം, തറ നിറയ്ക്കണം, കട്ടിള വയ്ക്കണം, കതക് കൂട്ടണം, ചിന്തേരിട്ടു മിനുക്കിയെടുക്കണം, ചുമരു കെട്ടണം, മേൽക്കൂര വാർക്കണം, ചെത്തിത്തേക്കണം, തറ മിനുക്കണം, പെയിൻ്റ് അടിക്കണം, പത്രാസാക്കണം. വീടുണ്ടാവുവതെങ്ങനെയാ, അങ്ങനെ അങ്ങനെ അങ്ങനെയാ. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കിയാലോ. വീടുണ്ടാക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും കവിതയിൽ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം വീടിൻ്റെ അടിസ്ഥാനമായ തറ നിർമ്മിക്കുന്നു. വാതിലുകൾക്കും ജനലുകൾക്കും വേണ്ട കട്ടിളകളും കതകുകളും സ്ഥാപിക്കുന്നു. ഇഷ്ടികയോ കല്ലോ ഉപയോഗിച്ച് ചുമരുകൾ കെട്ടുന്നു. മരം കൊണ്ടുള്ളവ ചിന്തേരിയിട്ട് മിനുക്കി ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. പിന്നീട് മേൽക്കൂര വാർക്കുന്നു. ചുമരുകളും തറയും മിനുസപ്പെടുത്തി ഭംഗിയാക്കുന്നു. അവസാനമായി വീടിന് പെയിൻ്റടിച്ച് കൂടുതൽ ആകർഷകമാക്കുന്നു. ഇങ്ങനെ പല പല ജോലികൾ ചെയ്താണ് ഒരു വീട് പൂർത്തിയാക്കുന്നത്. ഒരു വീട് വെറുമൊരു കെട്ടിടം മാത്രമല്ല, മറിച്ച് ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ഫലമാണ് എന്ന് കവിതയിൽ സൂചിപ്പിക്കുന്നു. അടുത്തു നോക്കൂ. തണലു തേടി കുഞ്ഞു വീട് താണു പറന്നു. നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരി വരിയായി പുളിയുറുമ്പുകൾ. അവ എന്താണ് ചെയ്യുന്നത്? ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു. അടുത്ത പ്രവർത്തനം വരികൾ ചേർത്തു പാടാം. പാടിയാലോ. ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണ്, വെളുത്ത നൂലാൽ കോർത്തെടുത്തത് ചിലന്തി തന്നെ വലയാണ്, ഇലകൾ തുന്നി കൂട്ടിയെടുത്തത് കുരുവിക്കുഞ്ഞിൻ കൂടാണ്, ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കാക്കപ്പെണ്ണിൻ കൂടാണ്. കുഞ്ഞുവീട് നന്നെ ക്ഷീണിച്ചു. വഴിയറിയാതെ കുഞ്ഞുവീടും കാറ്റും വട്ടം ചുറ്റി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു മലയുടെ നെറുകിൽ കയറി കുടിപാർക്കാൻ നോക്കി വീട്. അരുതെന്ന് വിലക്കി മലയും. ഉരുൾപൊട്ടാനിടയുണ്ടേ. ഒരു പുഴയുടെ തീരം കണ്ടു. കുടിപാർക്കാൻ ചെന്നു വീട്. അരുതെന്ന് വിലക്കി പുഴയും. മഴ പെയ്താൽ കര കവിയും ഞാൻ. കാടിൻ്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട്. അരുതെന്ന് വിലക്കി കാട്. തക തെയ്തക തെയ്തക തെയ്താ, തക തെയ്തക തെയ്തക തെയ്താ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളുടെ ഉത്തരം നാം എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. കാടിൻ്റെ നടുവിൽ വീട് വയ്ക്കരുതെന്ന് കാട് പറഞ്ഞതെന്തുകൊണ്ടായിരിക്കും? എഴുതാം. കാറ്റിലും മഴയിലും വൃക്ഷങ്ങൾ മറിഞ്ഞു വീണ് വീട് നശിക്കുമെന്ന് കരുതിയാകാം കാട് കുഞ്ഞു വീടിനെ വിലക്കിയത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇവിടെ വീട് വയ്ക്കരുതെന്ന് പുഴ പറയാൻ കാരണമെന്ത്? നോക്കാം. മഴ പെയ്താൽ പുഴയിൽ വെള്ളമുയരും. വെള്ളമുയർന്നാൽ വീട് മുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ വീട് വയ്ക്കരുതെന്ന് പുഴ പറഞ്ഞത്. ചോദ്യം 3. മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞതെന്താണ്? ഉത്തരം നോക്കാം. ഉരുൾപൊട്ടാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഇവിടെ വീട് വയ്ക്കരുത് എന്നാണ് മല വീടിനോട് പറഞ്ഞത്. പറന്ന് പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത്. ഇനി മുന്നോട്ട് ഒരടി വയ്യ. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി. എന്തൊരത്ഭുതം! മുറ്റത്തെന്താ കുഞ്ഞു വീട്! കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടുനോക്കി, തള്ളി നോക്കി. വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തു രസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറിയിറങ്ങി. കളി തുടങ്ങി. പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി. പാഠഭാഗത്തെ ചോദ്യം നോക്കൂ. നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എഴുതി നോക്കാം. എഴുതാം. ബലൂണുകളും വർണ്ണക്കടലാസുകളും കൊണ്ട് വീട് ഭംഗിയായി അലങ്കരിക്കും. വീടിന് ചുറ്റും പൂച്ചെടികൾ നട്ട് മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കും. പല നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ച് വീടിൻ്റെ ഭംഗി കൂട്ടും.
ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം. ഉത്തരം ആരവം. അടുത്ത ചോദ്യം നോക്കൂ. ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം യാത്ര ചെയ്ത് ക്ഷീണിച്ച വീടിന് ഇനി അല്പം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഒരടി വയ്യ എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. അടിവരയിട്ട പദത്തിന് പകരം പദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. സ്വീകരണം എന്നതിൻ്റെ പകരം പദം വരവേൽപ്പ്. അടുത്ത പ്രവർത്തനം പാടി രസിക്കാം. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കുരുവി എന്ന കുട്ടിക്കവിത പാടാം. വാക്കുരുവി വരുക്കുരുവി വാഴ കൈമേലിരിക്കുരുവി നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ നീ വെറുതെ പോകരുതേ തണൽ കിട്ടാതെ വലയരുതേ. ക്ഷണക്കത്ത്. അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി. ഗൃഹപ്രവേശനത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. കുരുവി തീരുമാനിച്ചു. തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം. ക്ഷണക്കത്ത്. വലത് സൈഡ് സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താ? മൈലാഞ്ചി മല. പിന്നെ ഡേറ്റ് എഴുതുക. കൂട്ടുകാരെ, ഞാൻ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച തീയതി എഴുതുക. അവിടെ താമസമാകുകയാണ്. രാവിലെ 10 മണിക്ക് മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ്. കുടുംബത്തോടൊപ്പം വരണേ. കുരുവി മൈലാഞ്ചിമല. മറ്റ് ഏതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും? പറഞ്ഞു നോക്കാം. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ വരുന്ന 19/10/2025 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മൈലാഞ്ചിമലയിലെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ചടങ്ങിലേക്ക് താങ്കളെയും കുടുംബത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് സ്നേഹത്തോടെ കുരുവി മൈലാഞ്ചിമല. സ്ഥലം മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിൽ. ഉപചാരപൂർവ്വം കുഞ്ഞൻ കുരുവി. വായിക്കാം. ഏറുമാടം. മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ. കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത്. ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത്. ഈറ്റ, മുള, വൈക്കോൽ, പുല്ല്, കാട്ടുവള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ്. ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു.